ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും പുളികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇപ്പം പുളിയൊക്കെ ഉണക്കുന്ന സമയമായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ ഇരിക്കുന്ന പുളികളാണെങ്കിലും ഇടയ്ക്കൊന്ന് വെയിൽ കൊള്ളിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കുറച്ച് എണ്ണയൊക്കെ പുരട്ടി ഒന്നുകൂടെ ഒന്ന് മയപ്പെടുത്തി വെക്കുന്നതും പുളി കുറച്ച് കാലം കൂടെ നല്ലതായിട്ടിരിക്കാൻ നല്ലതാണ്. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന പുളി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് മയപ്പെടുത്തിയിട്ട് ഇതൊരാൾ തന്ന പുളിയാണ്, വെയിലത്ത് വെച്ച് ചൂടാക്കി വയ്ക്കാനാണ്. ഇത് നല്ല പുളിയാണ്, കുറച്ച് മാത്രം ഇട്ടാൽ മതി. നമ്മൾ വൃത്തിയായിട്ട് അടച്ച് സൂക്ഷിച്ച് വെച്ചെങ്കിൽ ഏറെ നാൾ നല്ലതായിട്ടിരിക്കും. ഈ പുളി ഒരാൾ 2.25 കിലോ പുളി തന്നതാണ്, പച്ചപ്പുളി. അത് കഴുകി വൃത്തിയാക്കി വെയിലുള്ളപ്പം വെയിലത്തും അല്ലെങ്കിൽ സ്റ്റൗവിൻ്റെ അടുത്തൊക്കെ വെച്ച് ഉണക്കിയെടുത്തതാണ്. പുകയത്ത് വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ബ്രൗൺ കളറായിട്ടിരിക്കുന്നത്. അപ്പം വെയിലുള്ളപ്പോഴെല്ലാം വെയിലത്ത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വെച്ച്, പിന്നെ സ്റ്റൗവ് ചൂടായിട്ട് പാത്രം ഉള്ളപ്പം അതിൻ്റെ മണ്ടയ്ക്കും അതിൻ്റെ പുറത്തും സ്റ്റൗവിലൊക്കെ നിരത്തി വെച്ചാണ് ഉണക്കിയെടുത്തത്. പാകത്തിന് ഞാൻ കുറച്ച് ഉപ്പ് കല്ലിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച്, ഇപ്പോൾ ഇത് ഇച്ചിരി കട്ടിയായിട്ടിരിക്കുവാണ്. അപ്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചൊന്ന് ഇളക്കിയെടുക്കുവാണ്. എന്നിട്ട് പിന്നെ ഞാൻ വെയിലുള്ളപ്പം വെയിലത്തോ അല്ലെങ്കിൽ സ്റ്റൗവ് പാത്രത്തിൻ്റെ മുകളിലോട്ട് വെച്ച് ഒന്നുകൂടെ ഒന്ന് ഉണക്കിയെടുത്താണ്. ഇപ്പോൾ എത്രയും വെയിൽ കൊള്ളിക്കുന്നു അത്രയും വെയിലില്ലെങ്കിൽ പുകയിടാൻ സൗകര്യമുള്ളവർ പുകയത്ത് വയ്ക്കുക. ഇതിന് നല്ല പുളിയുണ്ട്. ഇച്ചിരി ടേസ്റ്റ് നോക്കിയപ്പോൾ ഇപ്പം കണ്ടോ, വെയിലത്തൊക്കെ വെച്ച് എണ്ണ ഉപ്പൊക്കെ പുരട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മയവും സോഫ്റ്റുമായി. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ നല്ലൊരു ഭരണിക്കകത്തോ ജാറിനകത്തോ എടുത്ത് വയ്ക്കുക. ഇടയ്ക്കൊന്ന് വെയിൽ കൊള്ളിക്കുന്നത് നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ.